ഈ ശരിക്കും പറഞ്ഞാൽ ഈ മാവ് കൃഷിയുമായിട്ട് ചേർന്ന് തന്നെ നമ്മളതിനെ കാണണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പഴയ ഇപ്പം നമ്മുടെ ഈ പുതിയ ശീലത്തിൻ്റെ ഭാഗം കേരളത്തിലെ വീടുകൾ എടുത്താൽ, ഒരു പ്രദേശം, ഒരു പഞ്ചായത്ത് വാർഡ് എടുത്താൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 900 വീടുണ്ടെങ്കിൽ ഒരു 50 വീടിൻ്റെ ഒരു 75 വീടിൻ്റെയെങ്കിലും മുറ്റം കോൺക്രീറ്റ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ മുറ്റത്ത് ടൈൽസ് ഇട്ടതായിരിക്കും. എടുത്ത് പരിശോധിച്ച് നോക്കിയുള്ളൂ. കാരണം അത് എളുപ്പ വഴിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. മുറ്റം തൂക്കണ്ട, മുറ്റം വൃത്തികേടാകത്തില്ല. കാരണം ഈ വീടിനേക്കാൾ അഴകാണ് മുറ്റത്തിന് നമ്മൾ നമ്മുടെ ആഗ്രഹം അതാണ്. അവിടെയാണ് കുഴപ്പം. ശരിക്കും പണ്ട് നമ്മൾ ഈ മുറ്റത്ത് വീഴുന്ന വെള്ളം അവിടെ തന്നെ വീഴണം, ഒരു തുള്ളി വെള്ളം പാഴാകരുത് എന്നാണ് കാരണവന്മാർ നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് ഇടക്കയ്യാലകളും വലിയ കയ്യാലകളും കൊണ്ട് നമ്മുടെ പറമ്പുകൾ മുഴുവൻ നമ്മൾ തിരിച്ചിരുന്നു അവർ. കാരണം പെയ്ത് വീഴുന്ന വെള്ളത്തിൽ ഒരു തുള്ളി പോലും ഒഴുകി നഷ്ടപ്പെടുവാൻ അവർ അനുവദിച്ചിരുന്നില്ല. വെള്ളത്തിൻ്റെ വില അവർക്ക് നന്നായിട്ട് അറിയുമായിരുന്നു. ഈ വെള്ളം മുഴുവൻ ഊർന്നും ചോർന്നും മണ്ണടലുകളിലൂടെ ഭൂഗർഭത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് നമുക്ക് കിണറ്റിൽ വെള്ളം കിട്ടുന്നത്, നമുക്ക് നദിയിൽ വെള്ളം കിട്ടുന്നത്, പൈപ്പിൽ വെള്ളം കിട്ടുന്നതെന്നുള്ള ഗവേഷണ പഠനങ്ങളൊന്നും അവർക്കില്ലായിരുന്നെങ്കിലും തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു, ആ വിവേകം അവർക്കുണ്ടായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? മുറ്റം മുഴുവൻ നമ്മൾ കോൺക്രീറ്റ് ചെയ്യും. വീട് വയ്ക്കുന്നതിന് മുമ്പ് മുറ്റം കോൺക്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സംസ്കാരമായി മാറുകയാണ്. അത് അപകടകരമായ ഒരു കാര്യമല്ലേ? കാരണം നമ്മൾ പെയ്ത് വീഴുന്ന വെള്ളം തെറിച്ച് അത് അതിൻ്റെ വഴിക്ക് പോവുകയാണ്. ഒരു തുള്ളി വെള്ളം നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങുന്നില്ല. മാത്രമല്ല, നമ്മുടെ മുറ്റത്ത് വേറൊരു അപകടം കൂടി സംഭവിക്കുന്നു. ഈ മണ്ണിന് മുകളിലുള്ളതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മജീവികൾ മണ്ണിനടിയിലുണ്ട്. ബാക്ടീരിയകളും ഫംഗസ്, ഈ ചെറു ജീവികളാണ് ഒരുപക്ഷെ നമുക്ക് ജീവിതം നൽകുന്നത്. ഈ ചെറു ജീവികൾ ഉള്ളതുകൊണ്ടാണ് മണ്ണിലൊരു എലി വീണാൽ, മണ്ണിലൊരു മാലിന്യം വീണാൽ അത് ദ്രവിച്ചിട്ട് അല്ലെങ്കിൽ അത് ജീർണിച്ച് മണ്ണോട് ചേരുന്നത് പ്രക്രിയ നടത്തുന്ന ആരാണ്? ആ പ്രക്രിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന, നമുക്ക് ഗോചരം അല്ലാത്ത, നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത 10,000-കണക്കിന് സൂക്ഷ്മജീവികൾ മണ്ണിൽ പ്രവർത്തിക്കുകയും പ്രതിപ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അതിനെയെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കല്ലറ കെട്ടി സംസ്കരിക്കുകയാണ് ഈ മുറ്റം കോൺക്രീറ്റ്. ഒന്നാമത് നമ്മൾ ചെയ്യുന്ന തെറ്റതാണ്. എൻ്റെ വളരെ സ്നേഹപൂർവമായ വിനയപൂർവമായ ഒരു അപേക്ഷയാണ്, ഒരു മുറ്റവും കോൺക്രീറ്റ് ചെയ്യരുത്. മുറ്റം കോൺക്രീറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ മഴവെള്ളം എനിക്ക് വേണ്ട എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ മുറ്റത്ത് ഒരു തുള്ളി വെള്ളവും വീഴാൻ പാടില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നതിന് തുല്യമാണ് മുറ്റം കോൺക്രീറ്റ് ചെയ്യുന്നത്. അതൊന്ന്. രണ്ട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ കയ്യാലകൾ മുഴുവൻ കയ്യാലകളും കെട്ടിയിട്ട് നമ്മുടെ പറമ്പിൽ വീഴുന്ന വെള്ളം ഒലിച്ചു പോകാതെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. എങ്ങോട്ടും ഒലിച്ചു. ഇപ്പം നമ്മൾ എങ്ങനെയും വെള്ളം വീടിൻ്റെ മുറ്റത്തോ പറമ്പിലോ നിൽക്കാതെ എങ്ങനെ ഒഴിച്ചു വിടാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. മാത്രമല്ല, സകല തെങ്ങിനും നമ്മൾ തടവെടുത്തിരുന്നു. തെങ്ങിന് തടവെടുക്കുക എന്ന് പറയുന്നത് അത് രണ്ട് കാര്യമാണ്. തെങ്ങിന് തടവെടുക്കുമ്പോൾ തെങ്ങിൻ്റെ ചുവട് വൃത്തിയാക്കുകയും ചുവട്ടിൽ ഒരു കൃഷിപ്രവൃത്തി നടത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ തെങ്ങിനെ പെയ്തു വീഴുന്ന ഓലത്തുഞ്ചത്ത് നിന്ന് വീഴുന്ന വെള്ളം മുഴുവൻ ഈ തെങ്ങിൻ തടത്തിൽ സംഭരിക്കപ്പെടുകയാണ്, അതും മണ്ണിലേക്ക് പോവുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, കേരളത്തിൽ ഏറ്റവും അധികം നെൽപ്പാടങ്ങളുണ്ടായിരുന്നു. കാരണം ഈ നെൽപ്പാടങ്ങൾ നെൽകൃഷി ചെയ്യുന്ന ഇടങ്ങൾ മാത്രമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ, ഈ ഭൂമിയുടെ വൃക്കയായിരുന്നു നമ്മുടെ നെൽപ്പാടങ്ങൾ. ഈ വെള്ളം മുഴുവൻ സംഭരിച്ച് നിർത്തിയിരുന്നത് ഈ നെൽപ്പാടങ്ങളാണ്. ഒരു പൂവ് 2 പൂവ് നെൽകൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ പെയ്തു വീഴുന്ന വെള്ളം മുഴുവൻ നെൽപ്പാടങ്ങളിൽ സംരക്ഷിക്കപ്പെടുകയും അത് ഭൂഗർഭത്തിലേക്ക് പോകുന്നതിനും അവസരമൊരുക്കിയിരുന്ന ഏറ്റവും വലിയ ഒരു സമ്പത്തായിരുന്നു നമ്മുടെ നെൽപ്പാടങ്ങൾ. ആ നെൽപ്പാടങ്ങൾ ഇല്ലാതായതുകൊണ്ടാണ് കേരളം പ്രളയത്തിലേക്ക് പോകുന്നത്. ഒരു നല്ല 2 മഴ പെയ്താൽ ഉടൻ തന്നെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം അതാണ്. വെള്ളം ഉൾക്കൊള്ളാൻ സ്ഥലമില്ലാതായി. അപ്പം അവിടെ നമ്മൾ വെള്ളം നഷ്ടപ്പെടുത്തി. ഇങ്ങനെ ഏതെല്ലാം വെള്ളം പെയ്ത്, ഒരുപക്ഷെ പ്രകൃതി തരുന്ന ഏറ്റവും വലിയ കാരുണ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ മഴയാണ്. നമുക്കൊരു തീരുമാനമുണ്ട്. നമ്മുടെ ടൈം ടേബിളിനനുസരിച്ച് പ്രകാരം മഴ പെയ്യണം, മഴ അപ്പോൾ നിൽക്കണം, മഴ ഏതൊക്കെ സമയത്ത് ചെയ്യണം, ഇങ്ങനെ നമ്മളൊരു ടൈം ടേബിൾ സ്വയം ഉണ്ടാക്കി, അത് നമ്മുടെ സൗകര്യമാണ്. പക്ഷേ പ്രകൃതിയെ കൂടി നമ്മളങ്ങനെ കാണണ്ടേ? നമ്മൾ കാണണം, മഴയാണ് ജീവൻ. ഈ വേരുകളെ നനയ്ക്കുന്ന, മണ്ണിനെ നനയ്ക്കുന്ന, നമുക്ക് ജീവൻ നൽകുന്നത് ഈ മഴയാണ് എന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്ക് വേണം. ഒരു തുള്ളി മഴവെള്ളം നഷ്ടപ്പെടാൻ അനുവദിക്കാതിരിക്കുക എന്നത് ജീവിത വ്രതമായി നമ്മൾ കാണണം. പക്ഷെ അത് നമുക്ക് സാധിക്കാതെ പോകുന്നു. ഞാനതാണ്
തിരുവാതിര ഞാറ്റുവേലക്കാലത്തൊക്കെ വെള്ളം സംഭരിച്ചു വെച്ച് കുടിച്ച സംസ്കാരമുള്ള നാടാണിത്. മഴവെള്ളം അമൃത് പോലെ കഴിച്ച ഒരു നാടാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു തുള്ളി വെള്ളവും സംഭരിക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടാതെ പാഴായി പോകുന്നത്. ഈ വെള്ളം മുഴുവൻ പെയ്ത് വീഴുന്ന വെള്ളം മുഴുവൻ പാഴായി പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അങ്ങ് പറഞ്ഞതിൻ്റെ പ്രസക്തി. ഒരു കാരണവശാലും വെള്ളം നഷ്ടപ്പെടുത്തരുത്. കാലവർഷം അങ്ങോട്ട് കഴിഞ്ഞ് അടുത്ത ഒരു മാസമാകുമ്പോൾ ടാങ്കർ ലോറികളിൽ വെള്ളം വിതരണം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം മാറുന്നു. മാത്രമല്ല, കാലാവസ്ഥയുടെ ഗുണിതഗണിതങ്ങൾ ആകെ തെറ്റുകയാണ്. കാരണം മഴയുടെ അളവ് കുറയുന്നു. പെയ്യുന്ന മഴ തന്നെ ഏതാണ്ട് ശാഠ്യം പിടിച്ച മഴ പോലെയാണ്. എന്തോ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന മഴ പോലെയാണ് മഴ പെയ്യുന്നത്. അപ്പോൾ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് മഴയെ സംരക്ഷിക്കുവാനും ഉള്ള മഴയെ സംരക്ഷിക്കുവാനും ആ മഴവെള്ളത്തെ നമ്മളിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്തുവാനും കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം. അതിലേറ്റവും പ്രധാനം നമ്മളുടെ ഇപ്പം കൃഷിയിൽ നിന്ന് നമ്മൾ മണ്ണിൽ നിന്ന് കാല് വലിച്ചതാണ് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന കാരണമായി എനിക്ക് തോന്നുന്നത്. മണ്ണും മനുഷ്യനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോഴാണ് ഈ കാലാവസ്ഥയെ നമ്മൾ മറന്നു. നമുക്ക് മഴ വേണ്ട, നമുക്ക് മഴവെള്ളം വേണ്ട എന്നുള്ള എല്ലാം നമുക്ക് ഉപദ്രവകരമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. അടുപ്പിച്ച് 2 ദിവസം മഴ പെയ്താൽ ഉടനെ നമുക്കത് ഒരു ഉപദ്രവമായി മാറുകയാണ്. ഇത് മഴയ്ക്ക് വേണ്ടി തപസ് ചെയ്ത് ഋഷ്യശൃംഖൻ്റെ നാടാണിത്. മഴ കാത്ത് വേഴാമ്പലിനെ പോലെ ഇരുന്ന ആളുകൾ ജീവിച്ച നാടാണിത്. അവിടെയാണ് മഴയുടെ പ്രാധാന്യം നാം കാണേണ്ടത്. മഴ ജീവിതത്തിൻ്റെ ഈ മഴനൂലുകൾ നിലയ്ക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. ആ പ്രാർത്ഥനയോടെ വേണം മഴയെ സമീപിക്കേണ്ടത്, മഴവെള്ളത്തെ കാണേണ്ടത്. കാരണം ലോകത്തെ മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്തൊരു കാര്യമാണത്. ഇപ്പം മറ്റു പലയിടത്തും മഴ പെയ്ത് ഉപദ്രവകരമായ മഴ പെയ്ത് മാറുകയാണ്. വർഷത്തിൽ 2 പ്രാവശ്യം പെയ്യുന്ന മഴയാണ് നമുക്ക് 2 മഴ കിട്ടുകയാണ്. തുലാവർഷവും ഇടവപ്പാതിയും. ഈ 2 മഴയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും നന്മയും. അതില്ലെങ്കിൽ കേരളമില്ല. അതാണ് സത്യം.